ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാകില്ല. പ്രേക്ഷകരെ, ഒരു പുണ്യാളവനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത്. അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് അത്ഭുതങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുകയില്ല. ഭക്തജന പ്രവാഹം എന്ന് സമുദായ പത്രങ്ങൾ വെണ്ടക്ക നിറത്തിൽ എഴുതുകയില്ല. റിപ്പോർട്ടർ ചാനലിലെ അരുൺ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിലാപയാത്രക്കിടെ ഘോരഘോരം പറഞ്ഞ വാക്കുകളാണ്. എന്തിനാണ് അദ്ദേഹം പരോക്ഷമായി ഉമ്മൻചാണ്ടിയുടെ മേൽ പരിഹാസം ചൊരിയുന്നത്? നിനക്ക് ഈ സർക്കാരിനോടും ഈ പാർട്ടിയോടും CPM-നോടുമുള്ള വിധേയത്വം, അതുപോലെ തന്നെ നിന്റെ മുതലാളി മരംകട്ട കേസിൽ ജയിലിൽ കിടന്ന നിന്റെ മുതലാളി ആൻഡപ്പന്, അദ്ദേഹത്തിനും ഈ സർക്കാരിനോടുള്ള വിധേയത്വം, ഇത് മലയാളികൾക്കെല്ലാം അറിയാം. പക്ഷേ അതിന് നീ എത്ര വേണമെങ്കിലും വാഴ്ത്തിപ്പാടിക്കോളൂ, സർക്കാരിനെ വാഴ്ത്തിപ്പാടിക്കോളൂ, മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടിക്കോളൂ, അതല്ലെങ്കിൽ അന്തരിച്ച VS അച്യുതാനന്ദനെ വാഴ്ത്തിപ്പാടിക്കോളൂ, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ വാഴ്ത്തിപ്പാടിക്കോളൂ. അതിലൊന്നും ഇവിടെ ആർക്കും വിമർശനങ്ങളില്ല. പക്ഷേ കോൺഗ്രസിന്റെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പ്രിയ ആരാധ്യനായ ഉമ്മൻചാണ്ടിയുടെ മേൽ ഇനിയും കുതിര കയറാൻ വന്നാൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നോക്കി നിന്നു എന്ന് വരില്ല. അദ്ദേഹം ഈ സമൂഹത്തിൽ ചെയ്ത നന്മകൾ, അദ്ദേഹം സഹായിച്ചവർ, അദ്ദേഹം നേരിട്ടും അല്ലാതെയും ഒരുപാട് ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്കും കുടുംബസമേതവും അവിടെ വന്നു. ഉമ്മൻചാണ്ടിയുടെ മതാചാരപ്രകാരം അവിടെ നടത്തി വന്നിരുന്ന ക്രിയകൾ, മെഴുകുതിരി കത്തിക്കൽ, ഇതെല്ലാം അവിടെ വന്നവർ എല്ലാവരും ചെയ്തു. അതെല്ലാം ഓരോ മതത്തിന്റെയും ആരാധനാ സ്വാതന്ത്ര്യങ്ങളാണ്. അതിനെയെല്ലാം നീ ചാനലിൽ വലിഞ്ഞു കയറിയിരുന്ന് ഇതുപോലെ ചോദ്യം ചെയ്യലും പരിഹസിക്കലുമായാൽ അരുണേ, ഇതൊന്നും അധികകാലം നീണ്ടുപോകില്ല.